കുറച്ച് ഓവറാക്കടാ. അതേലോ അമ്പത്തൂരേ അമ്പത്തൂരേ നീ കരഞ്ഞേ. അല്ല ബ്രോ എന്താ അല്ല പറഞ്ഞ പറഞ്ഞല്ലോ ഒന്നുകൂടെ പറഞ്ഞു. അല്ല നീ എന്താ പറഞ്ഞ അമ്പത്തൂരിന്റെ ഇതാരാ? ആണുങ്ങളാകുമ്പോ അണ്ടിയാണ് കേട്ടാ. അയ്യോ TV. അയ്യോ ഞാൻ ഇവനെന്തോ വേറെന്തോ പറഞ്ഞതാ ഞാൻ കേട്ടത്. അല്ല അതാ പറഞ്ഞത് ആണുങ്ങളാകുമ്പോ അണ്ടിയാണോ എന്ന് പറഞ്ഞ മനസ്സിലായോ ബ്രോ? അല്ല ഇനി ഒരു മിനിറ്റ് ബ്രോ, എനിക്ക് നിങ്ങൾ ആരാന്നറിയില്ല എന്താന്നൊക്കെ അറിയില്ല. അല്ല അത് കുഴപ്പമില്ല ബ്രോ. ബ്രോ ഹലോ അതല്ല ബ്രോ, ആരാണെങ്കിൽ എനിക്കറിയണ്ട. ഞാൻ പറഞ്ഞത് ആണുങ്ങളാകുമ്പോ അണ്ടി കാണുമെന്ന്. ആണുങ്ങളാകുമ്പോ കാണും. അതെ മനസ്സിലായ നീ അത് എടുത്തു പറയണ്ട കേട്ടാ. അതിന് വന്നിട്ടേ വെറുതെ നീ ആറാ അങ്ങനെ ഡയലോഗ് അടിക്കാൻ? നീ നിന്നെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. നിന്നെ ഞാൻ കാണണ്ട. നീ പേര് ഞാൻ ഇവിടെ നിന്റെ ബാക്കി നീ പേര് പറഞ്ഞിട്ടേ നീ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടല്ലേ. മര്യാദ നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിന്നെ അറിയത്തില്ല. നീ ഇവിടെ നീ ആരെന്ത് പറഞ്ഞാലും നീ അണ്ടിന്ന് പറയൂ അപ്പഴേ. ഞാൻ നിന്നോട് പേര് പറഞ്ഞ ഞാൻ നിന്നോടല്ല, ഞാൻ സൈഫറിനോട് എന്റെ പേരാ പറഞ്ഞ മനസ്സിലായ? ആര് വന്നേക്കുന്ന എന്താ നീ എന്ത് നീ എന്താ ചെയ്യണമെന്ന് കാണണോ? ഞാൻ ബ്രോനെ കണ്ടിട്ടില്ല, ബ്രോന്റെ പേര് എനിക്ക് അറിയില്ല. ഞാൻ അമ്പത്തൂരിന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഒരു നീ എന്ത് കേട്ടാലും ഓക്കെ. ഹലോ ഞാൻ ഇവിടെ വന്ന് നിന്ന് ഞാൻ നിന്റെ കൂടെ ഇവിടെ ബാക്കി വന്ന് ഇപ്പൊ ഉണ്ടായിരുന്നു മനസ്സിലായോ? അപ്പൊ നീ വന്നിട്ട് പേര് ബ്രോ ഇവിടെ ഒരാളുടെ പേര് പറഞ്ഞ ബ്രോ എപ്പോഴേ അങ്ങ് മറ്റേ ചേർത്തിട്ട് മറ്റേ സാമാനത്തിന്റെ പേര് എനിക്കറിയില്ല. നിന്റെ പേരാണെന്ന് എനിക്ക് അറിയണ്ടേ, നിന്റെ പേരാണെന്ന് എനിക്ക് അറിയണ്ടേ. പിന്നെ അവൻ പിന്നെ പറഞ്ഞത് അവിടെ അമ്പത്തൂരിക്കുന്ന ബ്രോ അമ്പത്തൂരാന്ന് ആരറിഞ്ഞാലും പേരിന്റെ അറ്റത്ത് പറ്റി ഇതിട്ട് പറയണ്ട മനസ്സിലായോ? സംസാരിക്കാം പറയുന്നേക്ക്. ഹലോ നീ പറ. ഞാൻ ഒന്ന് എണീക്കട്ടെ. ഒരു മിനിറ്റ് ബ്രോ, ഞാൻ അങ്ങനെ വിളിച്ചത് സോറി കേട്ടോ, അത് ഞങ്ങക്ക് പറയാനുണ്ട്. ഒരു മിനിറ്റ്, ഇതെങ്ങനെയാന്ന് എണീക്കലേ? അല്ല ഒന്നിങ്ങോട്ട് വരും, ഒറ്റക്കൊന്ന് വരുമോ? സോറി ബ്രോ, എക്സ്ട്രീംലി സോറി. എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്താ കേട്ടെന്ന് എന്റെ ഒരു POV എന്ന് പറഞ്ഞിട്ട് ബ്രോന്റെ POV അയ്യോ തെറ്റ് പറ്റിയ ഞാൻ പറയുന്ന കാര്യമാണ്. ഞാൻ പറയുന്ന ആദ്യം POV ഒന്ന് കേൾക്കാമോ? ഞാൻ പറയുന്ന POV ഒന്ന് കേൾക്കാമോ? ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കായിരുന്നു. അപ്പൊ ഇവൻ എന്നോട് സൈഫർ എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നവർക്ക് അമ്പത്തൂരിന്ന് മാത്രമേ ഞാൻ കേട്ടു. ബ്രോ TV ആണോ ബ്രോ അമ്പത്തൂരാണെന്നോ എനിക്ക് അറിയത്തില്ല. അത് ഞാൻ പറഞ്ഞു ബ്രോ സൈഫർ പറഞ്ഞത് അമ്പത്തൂര് നിൽക്കുന്നെന്ന് പറഞ്ഞു. അതാണ് അവൻ പറഞ്ഞത്. എന്റെ സ്പീക്കറിൽ ഞാൻ കേട്ടത് അമ്പത്തൂരിന്ന് മാത്രമാണ്. ഞാൻ ഓൾറെഡി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ കേട്ടത് അമ്പത്തൂരിന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്പത്തൂരിന്റെ അണ്ടി. അപ്പൊ ഞാൻ ബ്രോന്റെ പേരാണെന്ന് ബ്രോനെ ഞാൻ എന്തിനു ഞാൻ അണ്ടിന്ന് വിളിക്കണം? അതാ ഞാൻ മറുപടി പറഞ്ഞ ആണുങ്ങളാകുമ്പോ അണ്ടിയാണോ? വണ്ടി കാണും. എങ്ങനെ എല്ലാവരുടെ പേര് പറയുമ്പോ അത് ഇങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് നോക്കണ്ട കേട്ടോ. ഇനി എങ്ങനെ അതിന് ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ എല്ലാരും എവിടെയെങ്കിലും പേര് പറയുമ്പോ ഉണ്ടോ ഇല്ലെന്ന് നീ നോക്കണ്ട. മനസ്സിലായി? അല്ല ഞാൻ നിന്റെ ഞാൻ നോക്കില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായ കേട്ടാ? ഇനി ഇങ്ങനെ പറഞ്ഞ ഇരിക്കും നീ ഇവിടെ. എങ്ങനെ നീ ഇവിടെ ഇരിക്കും മനസ്സിലായോ? ഉണ്ടോ ഇല്ലെന്നൊക്കെ ഞാൻ നോക്കിക്കും. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് സോറി പറഞ്ഞു. ഇനിയുള്ള കാര്യം പറഞ്ഞ മനസ്സിലായോ? ഇനിയുള്ള കാര്യം എന്ന് പറയാൻ അത് നീ പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അതാ പറഞ്ഞത്. ഇനി അങ്ങനെ ആകത്തില്ലെന്ന് നിന്നോട് നീ സോറി പറഞ്ഞോ? ഹലോ ബ്രോ ഞാൻ പറഞ്ഞല്ലോ ബ്രോ പറഞ്ഞ വാക്കേ സോറി പറഞ്ഞ ആരിതില്ല. നീ ഇങ്ങനെ ആവർത്തിക്കല്ലോ എന്നാ പറഞ്ഞ മനസ്സിലായ? ഇനി ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ആയിരിക്കത്തില്ല പറഞ്ഞ റിയാക്ഷൻ. ശരി ശരി. നിനക്കപ്പോ ഇത്രയും ദിവസം ടിവിനെ കൂടെ നടന്നിട്ട് അമ്പത്തൂരിനെ അറിയത്തില്ലായിരുന്നോ? ഇല്ല, എനിക്കറിയില്ല. നിനക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ പുറകെ അമ്പത്തൂരിനെ നിൽക്കണെന്ന് പറഞ്ഞത്. അവന് പുറകെ വന്നിട്ട് കയ്യൊക്കെ അനക്കി ഞാൻ ഷെമീറെ ടാർപ്പ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഉമ്മ കള്ളത്തരം പറയണതാ. ഉമ്മാർക്ക് ഇത് തന്നെ പരിപാടി. ഗൈസ് അപ്പം നാളെ കാണാവേ. MRC ഇഷ്യൂ ഒന്നും ഇനി ശരിക്കും ആയോ? ലൈവ് പറയുകയാണെങ്കിൽ എളുപ്പം നോക്കാറുണ്ട്. ലൈവ് ഷെമീർ ഞാൻ പറയുന്ന കാര്യമാണ്. ഞാൻ പറയുന്ന ആദ്യം POV ഒന്ന് കേൾക്കാമോ?
ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കായിരുന്നു. അപ്പൊ ഇവൻ എന്നോട് സൈഫർ എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നെങ്കിൽ അമ്പത്തൂരെന്ന് മാത്രമേ ഞാൻ കേട്ടു. ബ്രോ TV ആണോ ബ്രോ അമ്പത്തൂരാണെന്നോ എനിക്ക് അറിയത്തില്ല. ഇത് എങ്ങനെ പറഞ്ഞു ബ്രോ സൈബർ പറഞ്ഞത് അതേ അമ്പത്തൂര് നിൽക്കുന്നെന്ന് പറഞ്ഞു. അതാണ് അവൻ പറഞ്ഞത്. മനസ്സിലായോ? എന്റെ സ്പീക്കറിൽ ഞാൻ കേട്ടത് അമ്പത്തൂരെന്ന് മാത്രമാണ്. ഞാൻ ഓൾറെഡി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ കേട്ടത് അമ്പത്തൂരെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്പത്തൂരിന്റെ അണ്ടി. അപ്പൊ ഞാൻ ബ്രോന്റെ പേരാണെന്ന് ബ്രോനെ ഞാൻ എന്തിനു ഞാൻ അണ്ടി എന്ന് വിളിക്കണം? അറിഞ്ഞോണ്ട് അതാ ഞാൻ മറുപടി അറിഞ്ഞ ആണുങ്ങളാകുമ്പോ വണ്ടി കാണുമെന്ന്. അതെ, ആണുങ്ങളാകുമ്പോ വണ്ടി കാണും. അത്രേ ഉള്ളൂ. എങ്ങനെ എല്ലാവരുടെ പേര് പറയുമ്പോ അത് ഇങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് നോക്കണ്ട കേട്ടോ. ഇനി എങ്ങനെ അതിനി ഉണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ എല്ലാരേ എവിടെയെങ്കിലും പേര് പറയുമ്പോ ഉണ്ടോ ഇല്ലെന്ന് നീ നോക്കണ്ട. മനസ്സിലായി? നിന്നെ ഞാൻ നോക്കില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായ കേട്ടാ? ഇനി ഇങ്ങനെ പറഞ്ഞ ഇരിക്കും നീ ഇവിടെ. എങ്ങനെ നീ ഇവിടെ ഇരിക്കും. മനസ്സിലായോ? ഉണ്ടോ ഇല്ലെന്നൊക്കെ ഞാൻ നോക്കി. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് സോറി പറഞ്ഞു. ഇനിയുള്ള കാര്യം പറഞ്ഞ മനസ്സിലായോ? ഇനിയുള്ള കാര്യം എന്ന് പറയാൻ അത് നീ പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അതാ പറഞ്ഞത്. ഇനി അങ്ങനെ ആകത്തില്ലെന്ന്. നിന്നോട് നീ സോറി പറഞ്ഞോ? ഹലോ ബ്രോ, ഞാൻ പറഞ്ഞല്ലോ ബ്രോ, പറഞ്ഞ വാക്കേ സോറി പറഞ്ഞ ആരിതില്ല. എന്റെ പൊന്ന് ബ്രാവോ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കണേ? ഞാൻ തിരിച്ചു കേറേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊന്ന് കേറിക്കോട്ടെ. ഞാനൊന്ന് കേറിക്കോട്ടെ. ഇതിപ്പോ എങ്ങനെ സിറ്റുവേഷൻ ആയത്? ഷമീർ ആണോ സിറ്റുവേഷൻ എടുത്തത്? അതോ അമ്പത്തൂരാണോ? ആരാന്നൊന്ന് പറയൂ. കണ്ട ആരെല്ലാം ഉണ്ടെങ്കിലും ഒന്ന് പറയൂ. മനാഫ് ബ്രോ, താങ്ക് യു സോ മച്ച് മനാഫ് ബ്രോ. എടാ, നമ്മളിപ്പൊ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് വന്നല്ലേടാ ഇത്. അന്നെ മോളെ താങ്ക് യു സോ മച്ച് ഫോർ ദ കനേഡിയൻ ഡോളേഴ്സ്. അന്നെ എന്റെ ആളിയാ. MRCയുടെ സസ്പെൻഷൻ മാറി. MRC സസ്പെൻഷൻ കഴിഞ്ഞോ? 17